പ്രീത, നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോ PC ജോർജിന് ജാമ്യം കിട്ടും എന്ന് തന്നെയല്ലേ നമ്മൾ പറഞ്ഞത്? അതെ, കിട്ടിയില്ലേ? കിട്ടി. അപ്പോ ജാമ്യത്തിൽ ഇറങ്ങിയ PC ജോർജ് ശക്തനായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. രാഷ്ട്രീയപരമായിട്ട് ശക്തനായിരിക്കും എന്നും പറഞ്ഞു. ഈ അറസ്റ്റ് ശരിക്കും ഒരു നാടകമാണ് എന്നുള്ളത് തുടക്കം മുതൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിച്ചപ്പോൾ ഒരിക്കലും ഒരു ജാതി അധിക്ഷേപം അദ്ദേഹം നടത്തിയിട്ടില്ല. മുസ്ലിം ലീഗ് എന്ന് തന്നെ പറയുന്ന പാർട്ടിയെ ആണ് അദ്ദേഹം വിമർശിച്ചത്. അപ്പോൾ എന്നിട്ട് ഈ മുസ്ലിം ലീഗ് വാദോരാതെ എന്താ പറയുന്നത്? ഞങ്ങൾ മുസ്ലിം ലീഗ് എന്ന പേരേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി അങ്ങനെ വർഗീയമായി വാദിക്കുന്ന പാർട്ടി അല്ല എന്നാണ് അവർ പറയുന്നത്. നാണമില്ലേ ഇത്തരത്തിലൊരു 40 വർഷത്തിലധികം 50 വർഷത്തിലധികം രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ MLA ആയ ആളാണ്. നമ്മൾ നേരത്തെ 2 ദിവസം മുന്നേ സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ ആയ കാലത്ത് VS അച്യുതാനന്ദന് കിട്ടാത്ത അത്രയും അഴിമതി കഥകളുടെ രേഖകൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥർ ആദ്യം എത്തിക്കുന്ന ഒരു സിംഹമായിരുന്നു PC ജോർജ്. അറിയാമോ? ആ PC ജോർജ് ആന മെലിഞ്ഞെന്ന് പറഞ്ഞ് തൊഴുത്തിലൊന്നും കെട്ടില്ല. അല്ല ചേട്ടാ, അദ്ദേഹം ഒരിക്കലും മെലിഞ്ഞിട്ടില്ല, മെലിയുമില്ല, അദ്ദേഹം ഒരു ഇടഞ്ഞ കൊമ്പൻ തന്നെയാണ്. ഇടഞ്ഞ കൊമ്പനുമാണ്. എന്റെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരന്റെ ശബ്ദവുമാണ്. അതാണ് സാധാരണക്കാരൻ അദ്ദേഹത്തിന് ഇഷ്ടം. അവിടെയാണ് പിണറായിക്കും കൊണ്ടത്. ഇപ്പോ ചേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നു. ജനുവരി 5-ാം തീയതിയാണ് ഈ ഒരു സംഭാഷണം അവിടെ നടക്കുന്നത്. ഡിബേറ്റ് നടക്കുന്നിടത്ത് ജനുവരി 5-ന് നടന്ന ഡിബേറ്റിനാണ് അദ്ദേഹം ഈ ഒരു പരാമർശം നടത്തുന്നത്. അത് നമ്മൾ അന്നത്തെ ചർച്ചയിൽ, ആദ്യത്തെ ചർച്ചയിലാണെന്ന് തോന്നുന്നു, നമ്മൾ പറഞ്ഞിരുന്നു ഒരു സംഭാഷണ ശകലത്തിന്റെ അതിന്റെ ഒരു ഏട് മാത്രം എടുത്ത്, അല്ലെങ്കിൽ ഒരു വാക്ക്, ഒരു സെന്റൻസ് മാത്രം എടുത്തിട്ട് അതെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശൈലിയുണ്ട്, പണിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് അദ്ദേഹത്തെ ഈ മുസ്ലിം ലീഗ് വക്താവായിട്ടുള്ള ഷക്കീറിനോ മറ്റോ ആണെന്ന് തോന്നുന്നു, എൻ്റെ ഒരു ഊഹം, അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം നിങ്ങൾ താൻ എടോ പോടോ എന്ന് വിളിച്ച്, അതായത് നമ്മളെപ്പോഴും എതിർവശത്തിരിക്കുന്ന ഒരു വ്യക്തി രാഷ്ട്രീയപരമായിട്ട് നമുക്ക് പല വിയോജിപ്പുകളും ഉണ്ടായിരിക്കും. ആ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുമ്പോഴും എതിർവശത്തിരിക്കുന്നത് നമ്മുടെ പ്രായത്തിനേക്കാൾ മുതിർന്ന ഒരാളാണെങ്കിൽ ബഹുമാനിക്കുക എന്നുള്ള ഒരു എന്താ പറയാ, ഒരു സാമാന്യ മര്യാദ അതുപോലും കൊടുക്കാതെ അദ്ദേഹത്തെ അവിടെ നിന്ന് പ്രകോപിപ്പിക്കുമായിരുന്നു. കാരണം ഞാൻ അത് മുഴുവനും എടുത്ത് കണ്ടു, മുഴുവനും കാണണമല്ലോ, നമ്മളത് അതും കൂടി മനസ്സിലാക്കണ്ടേ അല്ലെ? അപ്പോ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അവിടെ നിന്ന് ചർച്ച നടത്തിയിട്ടുള്ളത്. അദ്ദേഹം അതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് മുസ്ലിം ലീഗിന് എതിരായിട്ട് തന്നെയാണ്. ആ ഒരു നിമിഷത്തിൽ പ്രകോപനത്തിന്റെ പാരമ്യതയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ആ ഒരു വാക്ക് വന്നു പോകുന്നത്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അത് ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു, ഞാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു. അതായത് അതുവരെയും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു പാർട്ടിക്കെതിരെയാണ്, അവരുടെ നിലപാടുകൾക്കെതിരെയാണ്. ഈ ഒരു എന്താ പറയാ, നമ്മളെ പ്രവോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഏതൊരു മനുഷ്യനായാലും എത്ര വലിയ നേതാവായാലും ആരായാലും നമ്മൾ ഒരു നിമിഷം ചിലപ്പോൾ നമ്മുടെ നാക്കൊന്ന് വിട്ടുപോകും. ഒരു യോഗിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ കുറച്ചു നേരം യോഗി ആയതുകൊണ്ട് ചിലപ്പോൾ സാധാരണ മനുഷ്യനാണ്. PC എന്ന് പറയുന്നത് പച്ചയായ ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ആ ഒരു വാക്ക് പറഞ്ഞു പോകുന്നത്. എന്നിട്ട് അദ്ദേഹം മാപ്പും ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇത് അദ്ദേഹത്തെ പൂട്ടാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരാതിയും കേസും കൂട്ടവുമായിരുന്നു. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ PC എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം ഇങ്ങോട്ട് വന്ന വാടക ഇങ്ങോട്ട് ഞാൻ ശരിയാക്കി തരും എന്ന് പറയുന്ന ഒരു മട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതി അനുസരിച്ച് അദ്ദേഹത്തിന് ഈ ഒരു കാലഘട്ടം ശരിക്കും അങ്ങനെയല്ല കേട്ടോ, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, ചെക്കപ്പ് ഒക്കെ നടത്തുന്ന ഒരു സംഭവം, അങ്ങനെ ഒരു നടപടിക്രമം ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നുമില്ലാന്ന് വരുത്താനാണ് അവിടെ നിന്ന് അദ്ദേഹം കുഴഞ്ഞു വീണപ്പോൾ അദ്ദേഹത്തിന്റെ ജാട എന്നൊക്കെ പറഞ്ഞ് ശ്രമിച്ചത്. സാധാരണ നേതാക്കന്മാരൊക്കെ കുഴഞ്ഞു വീഴാറുണ്ട്, തിരിച്ചു വരുമ്പോൾ ഒരു പ്രശ്നമില്ലാന്ന് പറയും. പക്ഷെ
PC ക്ക് 3 ബ്ലോക്കോ മറ്റോ ഉണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ചു. അപ്പൊ അത് സത്യത്തിൽ അദ്ദേഹം മോൻ പറഞ്ഞു അങ്ങനെ ഒരു അച്ഛൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതായത് അദ്ദേഹം പറയുന്നത്, ഷോൺ പറയുന്നത്, ഇത് അച്ഛൻ ഒരിക്കലും ഡോക്ടറെ അടുത്ത് പോകാനോ അങ്ങനെ ചെക്കപ്പ് ചെയ്യാനോ ഒന്നും സമ്മതിക്കില്ല. അപ്പൊ ഒന്നും സമ്മതിക്കാത്ത, അതായത് ആ ഒരു അച്ചായൻ ഒരു ഇതുണ്ടല്ലോ, ഇങ്ങോട്ട് വരണമെങ്കിൽ വരട്ടെ, ഞാൻ വന്ന അങ്ങ് അനുഭവിക്കുന്നത്. അപ്പൊ സാറായിട്ട് നല്ല ബന്ധമാണ് അദ്ദേഹത്തിന്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ഫുൾ ബോഡി ചെക്കപ്പും ഈ ഒരു അവസരത്തിൽ നടന്നു കിട്ടി എന്നുള്ളതാണ്. തിരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ അറസ്റ്റ് പ്രഹസനം നടത്തിയവർക്ക് എന്ത് കിട്ടി? അവർ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കോടതി വിമർശിച്ചു, രൂക്ഷമായ രീതിയിൽ ഒന്നും നടന്നില്ല. അപ്പൊ കോടതി വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന അദ്ദേഹം BJP ആയതുകൊണ്ടേ ഒരു വിരുദ്ധത ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും അങ്ങനെ ഇതാക്കുവാണല്ലോ. ഈ ഈരാറ്റുപേട്ടയിലെ ഈ പറയുന്ന ഈ കേസ് കൊടുത്ത മഹാൻ ഉൾപ്പെടെ ഇവിടുത്തെ മെഹദൂദി ചാനൽ ഉൾപ്പെടെ പലർക്കും ഇപ്പോൾ നല്ല കുറ്റിക്ക് അടികിട്ടിയിട്ടുണ്ട്. 2, ഇദ്ദേഹത്തിനെ ഇത്തരത്തിൽ വേട്ടയാടി പിടിക്കുന്നത് ഒരു ക്രൈസായിട്ട് LDF സർക്കാരിന് തീർന്നോ എന്നൊരു സംശയം. അതിൽ അവൻ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ ഒരു വാക്ക് പ്രൈതോട് പറഞ്ഞായിരുന്നു. അതായത് എന്ന് താനൊരു ബുദ്ധിമാനാണ് എന്ന്, അല്ലെങ്കിൽ അയാളൊരു ബുദ്ധിമാനാണ് എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നി ഒരാളിനെ അവിടെ കൊണ്ട് അവരോധിച്ചു, പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നൊരു പോസ്റ്റിൽ. അദ്ദേഹം കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഏതൊക്കെ നീക്കങ്ങൾ ഇത്തരത്തിൽ നടത്തിയോ അതൊക്കെ ഇങ്ങനെ നമ്മൾ പറയുമല്ലോ, വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുന്നൊക്കെ പറയില്ലേ, എന്നിട്ടും ഈ സർക്കാരിന് നാണം കെട്ടില്ലേ? എന്തിനിങ്ങനെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി, എന്തിനിങ്ങനെ ഒരു പോലീസ്, എന്തിനു മുഖ്യമന്ത്രി നിങ്ങളിങ്ങനെ മണ്ടത്തരങ്ങൾ ഇങ്ങനെ നിരന്തരം? ഒരു മെഹദൂദി ചാനല്, പിന്നെ വേറെ ഒരു ലീഗിന് ഒക്കെയാണ് ഇതിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം നന്ദി പറയുന്നത്. ഒരു കാര്യം കൂടെ, പ്രജിത തന്നെ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, അരിയും മലരും കുന്തിരിക്കവും നിങ്ങൾ കരുതി വെച്ചോളൂ എന്നൊരു വാക്കൊരു കൊച്ചു കുട്ടിയെ കൊണ്ട് PFA റാലിയിൽ പറയിച്ചു. അതെന്തേ തെറ്റല്ലേ? അതെന്തെ തെറ്റായില്ലേ? ഒരു കാര്യം കൂടെ, മുജാഹിദ് ബാലുശ്ശേരി മുജാഹിദ്, അയാളുടെ പേരെന്താ, അങ്ങനെ ഒരു മൗലവി, അയാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു വാക്ക്, ഞാൻ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക്, സാധനം ക്ഷമിക്കുക, ഞാൻ ആ പേര് പറഞ്ഞതിൽ ബാലുശ്ശേരി എന്ന് തുടങ്ങുന്നതിലുള്ള ഒരു നേതാവാണ്, എൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഈ മഹാൻ പറഞ്ഞത്, ഞാൻ അമ്പലത്തിന് ദക്ഷിണ കൊടുക്കില്ല, അതിന് പകരം ആ ദക്ഷിണ ഞാൻ വേശ്യാലയത്തിന് കൊടുക്കും. അപ്പോൾ എൻ്റെ സംശയം, ഇതിനൊന്നും ഇവിടുത്തെ ആർക്കും പറയാനില്ലേ? ഒറ്റ വക പാലാ ബിഷപ്പിന്റെ ഓഫീസിന് നേരെ സമരം നടത്തിയ പിന്നെ ഈ പറയുന്ന അവർക്കെതിരെ, അതായത് പിന്നെ SDPI ആണോ PFI ആണോ പാലാ ബിഷപ്പിന്റെ ചേർന്നിട്ട് രണ്ടുപേരും ചേർന്നിട്ടാന്ന് തോന്നുന്നു നടത്തി. അന്ന് ചങ്കുറപ്പോടെ അന്ന് പാലാ ബിഷപ്പിന്റെ ഓഫീസിനെതിരെയാണ് സർക്കാർ പോലും കേസെടുത്തത്. അപ്പൊ ഇപ്പൊ നമുക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ, മദനിക്കൊപ്പം വേദി പങ്കിട്ടവരാരാ? ചേട്ടാ, ഹമാസിന്റെ നേതാവിനെ കൊണ്ട് ഒരു പൊതുസമ്മേളനത്തിൽ ക്ഷണിച്ചു വരുത്തിയാണ് പ്രസംഗിപ്പിച്ചത്. അതായത് നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു ട്രെൻഡ് എന്ന് പറയുന്നതാണ്. അത് ട്രെൻഡ് ഉണ്ടാക്കിയെടുത്തത് ഈ പറയുന്ന CPM തന്നെയാണ്. അന്ന് VS എതിർത്തു. ഇന്നത്തെ മഹാന്മാര് തന്നെയാണ്, ഇന്നത്തെ പ്രമുഖനായ മഹാൻ തന്നെയാണ് മദനിക്കൊപ്പം വേദി പങ്കിട്ടത്. ഈ ഷംസീർ ഗണപതി മിത്താണെന്ന് പറഞ്ഞു. അത് ഹൈന്ദവ വിശ്വാസപരമായ കാര്യമായതുകൊണ്ട് ആർക്കും നൊന്തില്ല. തിരിച്ച് ഇത്തരത്തിലൊരു കാര്യം വന്നപ്പോൾ ഈ എന്തൊക്കെ പുകിലുണ്ടായി. അത് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന സ്പീക്കറാണ് അന്ന് സംസാരിച്ചത്. ആ സ്പീക്കർക്കെതിരെ ഏതെങ്കിലും ഒരു മൗദൂദി ചാനൽ പറഞ്ഞോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞോ? എന്തിന്? ഇവർക്ക് വേണ്ടി മാത്രം വാർത്ത പടച്ചുവിടുകയല്ലേ? ഇവർക്ക് വേണ്ടി മാത്രം വാർത്ത പടച്ചുവിടുന്ന സ്ഥലത്തെ എന്തുകൊണ്ട് പറഞ്ഞു? കാര്യത്തിന് ഇത്രയും വലിയൊരു അതിൽ ജയം ഒന്നുകൂടെ നമ്മൾ ഈ ചിലരെ ഒരിക്കൽ കൂടെ ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ ഇപ്പൊ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ ബൂട്ടായി വീണ്ടും വരുമല്ലോ. അതെ ചേട്ടാ, അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ PC ഒന്ന് പുറകോട്ട് മാറി നിൽക്കുകയായിരുന്നു.
ആ PC-ക്ക് ഇപ്പൊ ഒരു പുത്തൻ ഉണർവ് കിട്ടി. അല്ല, ഒന്നുകൂടെ ബൂട്ടഡായി. നമ്മൾ ഇന്നലെ സംസാരിച്ചു പറഞ്ഞു, പ്രാദേശികമായിട്ട് BJP-ക്കാർ അദ്ദേഹത്തെ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹം കേന്ദ്ര നേതൃത്വവുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. നമുക്ക് കാത്തിരുന്നേനെ കാണാം അദ്ദേഹത്തിന് ഒരു ഗവർണർ പദവിയോ അല്ലെങ്കിൽ BJP തന്നെ അദ്ദേഹത്തിന് ഒരു നല്ല പദവി കേന്ദ്ര നേതൃത്വം കൊടുക്കും. ഈരാറ്റുപേട്ടയിലെ ഷോണിനും കിട്ടും, അത് ഉറപ്പ്. ഇനി വേറൊന്നും കൂടി നമുക്ക് ഇതിൽ പറയാനുണ്ട്. SFIO അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയും നോവിച്ചു വിട്ടിരിക്കുന്നത് ഒരു മൂർഖം പാമ്പിനെയാണ്. അതെ, തീർച്ചയായിട്ടും SFIO അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഷോണും PC ജോർജും. ഞാൻ ഈ സംസാരം നമ്മൾ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഏറ്റവും വലിയ അഴിമതി കഥകളുടെ രേഖകൾ ഒരു കാലത്ത് VS-ന് കിട്ടുന്നതിനേക്കാൾ മൂന്നാറ് വെട്ടിപ്പിടിച്ച ഭൂമി കയ്യേറ്റത്തിനെ കുറിച്ച് VS പിന്നെ ബ്ലാക്ക് ക്യാറ്റ്സിനെ അയച്ച്, അതായത് നമ്മുടെ സുരേഷ് കുമാർ സാറിനെ ഉൾപ്പെടെയുള്ള IAS-കാരെ അയച്ച് കണ്ടുപിടിച്ചത് ഓർമ്മയുണ്ടല്ലോ. ആ രേഖകൾ VS-ന് കിട്ടുന്നതിന് മുമ്പ് കിട്ടിയ ആളാണ് PC ജോർജ്. ഒരു സമയത്ത് VS-ന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു PC ജോർജ്. ആ PC ജോർജ് ഒരുമ്പെട്ടിറങ്ങിയാൽ SFIO അന്വേഷണം നേരിടുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളുടെ മകളെ സംബന്ധിച്ചുണ്ടായിരിക്കുന്ന കരിമണൽ കർത്തയിൽ നിന്ന് കാശ് വാങ്ങിച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു കേസ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ നോവിച്ച് വിട്ടിരിക്കുന്നത് 3ാമത് തവണയാണ് PC ജോർജിനെ നിങ്ങൾ നോവിച്ച് വിടുന്നത്. ഇത് പച്ച മലയാളത്തിൽ പറയും, അണ്ടം കീറും എന്ന് പറയും. അത് തന്നെ ആയിരിക്കും ഇതിൽ സംഭവിക്കാൻ പോകുന്നത്. അത്രേ നമുക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇനിയുണ്ട് പറയാൻ, പക്ഷെ തൽക്കാലം ഇത്രേ പറയാനുള്ളൂ.